ഗ്യാസ്ട്രൈറ്റിസ് കഴിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ഭക്ഷണങ്ങൾ. ഹായ് ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. നിരവധി കാരണങ്ങളാൽ ആമാശയത്തിനുണ്ടാകുന്ന വീക്കവും അസ്വസ്ഥതയുമാണ് ഗ്യാസ്ട്രൈറ്റിസ് അഥവാ ആമാശയ വീക്കം. ഇതിന് ദീർഘകാലം നീണ്ടു നിൽക്കുന്നത് അഥവാ ക്രോണിക് എന്നും പെട്ടെന്നുണ്ടാകുന്നത് അതായത് അക്യൂട്ട് എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. ഓക്കാനം, ഛർദി, അടിവയറിന് മുകളിലായി എരിച്ചിൽ അല്ലെങ്കിൽ വേദന ഇവയാണ് ഗ്യാസ്ട്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ. ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർ ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട്. ചില ആഹാരങ്ങളും പഴങ്ങളും കഴിക്കുമ്പോൾ അവർ ഒരല്പം കൂടി ശ്രദ്ധിക്കുക. ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസിനെ ഒരു പരിധിവരെ തടയാൻ ശരിയായ ഡയറ്റ് കൊണ്ട് സാധിക്കും. കഴിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചില ഭക്ഷണങ്ങൾ ഉണ്ട്, നോക്കാം. കുറയ്ക്കേണ്ടവ: എരിവും പുളിയും. ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർ കഴിവതും എരിവും പുളിയുമുള്ള ആഹാരം കുറയ്ക്കുക. മുളകുപൊടി, കറുത്ത കുരുമുളക് എന്നിവ ഒഴിവാക്കാം. മധുരം കുറയ്ക്കേണ്ടതും ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പഞ്ചസാര അടങ്ങിയ ആഹാരങ്ങൾ, പാനീയങ്ങൾ ഇവ ഒഴിവാക്കണം. തക്കാളി വേണ്ട. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയതാണ് തക്കാളി. എന്നാൽ ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർ തക്കാളിയോട് നോ പറയുക. ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ലൈസോപ്പീൻ തക്കാളിയിൽ ധാരാളമായുണ്ട്. തക്കാളിയിലെ ആസിഡ് അംശം ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസിന് നല്ലതല്ല. കഴിക്കേണ്ടവ എന്തൊക്കെയാണെന്ന് നോക്കാം. യോഗട്ട്. ഗുഡ് ബാക്ടീരിയയുടെ സാന്നിധ്യം ധാരാളമുള്ള ഒന്നാണ് യോഗട്ട്. ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ യോഗട്ട് സഹായിക്കും. വെജിറ്റബിൾ ജ്യൂസ്. ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവരുടെ ആമാശയ ഭിത്തിക്ക് കേടുപാടുകൾ ഉള്ളതിനാൽ പച്ചക്കറികൾ കഴിച്ചാൽ അവയിലെ ഫൈബർ സാന്നിധ്യം മൂലം ദഹനം പെട്ടെന്ന് നടക്കില്ല. എന്നാൽ വെജിറ്റബിൾ ജ്യൂസ് കുടിക്കുന്നത് ഏറെ നല്ലതാണ്. വൈറ്റമിനുകൾ, പ്രോട്ടീനുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ഇവയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. മത്സ്യമാംസാദികൾ ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർക്ക് കഴിക്കാം. റെഡ് മീറ്റിനു പകരം ചിക്കൻ കഴിക്കാം. പ്രോട്ടീൻ ധാരാളം കഴിക്കാൻ മത്സ്യവും കഴിക്കാം. ഈ ആഹാരക്രമം ശ്രദ്ധിക്കുക.